Preserve you from all evil. He shall preserve your soul. The Lord shall preserve your going out and your coming in from this time forth and forevermore. എല്ലാവരും ഹാർവസ്റ്റ് ടെലിവിഷനിലൂടെ പ്രേയിങ് കേരളയിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈ പ്രഭാതത്തിൽ ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. രണ്ട് കരങ്ങളും ഉയർത്തി and we sing hallelujah at your holy name, Lord. Hallelujah. Hallelujah. I will lift up my eyes to the hills. From whence come my help? My help comes from the Lord who made heaven and the earth. Hallelujah. 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 ലോകത്തിന് അനേക രാജ്യങ്ങളിൽ 10,000-കണക്കിന് ആളുകൾ ഒന്നിച്ച് ഈ സമയത്ത് നമുക്ക് ഒന്നിച്ച് ഹല്ലേലൂയ പാടുവാൻ. രണ്ട് കരങ്ങളും ഉയർത്തി ശബ്ദമുയർത്തി ഹല്ലേലൂയ. Lord we praise hallelujah and we praise you Father God. Hallelujah. 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 We welcome everyone to join us for an hour of prayer, praise and worship. Let's see and experience the glory of God like never before in our lives. Let's sing hallelujah to the Lord. Hallelujah. Hallelujah. സങ്കീർത്തനം. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. Psalms 121. ആമേൻ. I will lift up my eyes to the hill from whence comes my help. My help comes from the Lord who made heaven and earth. He will not allow your foot to be moved. He will keep
He who keeps you will not slumber. Behold, he who keeps Israel shall neither slumber nor sleep. The Lord is your keeper, the Lord is your shade at your right hand. The sun shall not strike you by day, nor the moon by night. The Lord shall preserve you from all evil. He shall preserve your soul. The Lord shall preserve your going out and your coming in, from this time forth and forevermore. എത്ര ശ്രേഷ്ഠമേറിയ ദൈവത്തിന്റെ വചനമാണ് നമ്മൾ വായിച്ചത്. അതിന്റെ അവസാനത്തെ 2 വാക്യങ്ങളിൽ 7-ാമത്തെ വാക്യം, യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ നമ്മെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. അവൻ നമ്മുടെ പ്രാണനെ പരിപാലിക്കുന്ന ദൈവമാണ്. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. യഹോവ നമ്മുടെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. വൈദ്യശാസ്ത്രവും സാങ്കേതിക വിദ്യയും ആളുകളുടെ ക്രിയാത്മകമായ പ്രവർത്തന ശേഷിയും, ക്രിയേറ്റീവ് വർക്ക് ഓഫ് മാൻ ആൻഡ് ദ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് എല്ലാം ഇത്ര അധികം ഉണ്ടായിട്ടും പ്രാണനെ പരിപാലിക്കുവാൻ ഒന്നുമില്ല. നമ്മുടെ പ്രാണനെ പരിപാലിക്കുന്നത് സൃഷ്ടിതാവാം ദൈവം മാത്രം. കഴിഞ്ഞ രാത്രിയിൽ ഉറങ്ങിയ അനേകർ ഇന്ന് രാവിലെ എഴുന്നേറ്റ് പ്രഭാതം കാണാൻ കഴിയാതിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രാണനെ ക്ഷേമത്തോടെ കാവൽ ചെയ്ത കർത്താവിന് 2 കരങ്ങളും ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ 2 കരങ്ങളും ഉയർത്തി കണ്ണുകൾ 2 തുറന്ന് 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് പോലെ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. I lift my eyes to the hills, from where comes my help. നിസ്സഹായമായ ഒരു സ്ഥലത്തേക്കല്ല ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നത്. മിഥ്യയായ ഒരു മേഖലയിലേക്കല്ല ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നത്. ഞാൻ എൻ്റെ കണ്ണുയർത്തുന്ന ഇടത്തുനിന്ന് എനിക്ക് വേണ്ടുന്ന സഹായം അവിടെ ഉണ്ട്. അത് ഭൗതികമായ ചില ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല, എൻ്റെ ആത്മാവിനെ, എൻ്റെ പ്രാണനെ, എന്നെ തന്നെ നിലനിർത്തുന്ന, സംരക്ഷിക്കുന്ന സഹായമാണ് ആ ദൈവം എനിക്ക് നൽകുന്നത്. പ്രിയമുള്ളവരെ, ഈ വെള്ളിയാഴ്ച പകൽ 2 കരങ്ങളും ഉയർത്തി അല്പനിമിഷങ്ങൾ ഈ വലിയവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ, ജീസസ്, അവിടുത്തെ എത്ര വലിയവനായ ദൈവം. എനിക്കറിയാം ശരീരത്തിൽ രോഗമുണ്ട്. കഴിഞ്ഞ രാത്രിയിലും താങ്കൾ വളരെ കരഞ്ഞവരുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. പക്ഷെ നമ്മുടെ പ്രാണനെ പരിപാലിക്കുന്ന ദൈവം ഏത് ചെറിയ വിഷയത്തിനും ഏത് വലിയ വിഷയത്തിനും മുമ്പിൽ എത്ര അഗ്രഗണ്യരായ ഡോക്ടേഴ്സ് അതിനെ പരിശോധിക്കുമ്പോഴോ അവര് പറയുന്ന വാക്കുകൾ ധാരാളം പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ചെയ്യാവുന്നതെല്ലാം ചെയ്തു, ഇനിയും ദൈവം, പ്രാണനെ പരിപാലിക്കുന്ന ദൈവം. My Savior God, to thee how great thou art, how great thou art, and sings my soul, my Savior God, to thee. Hallelujah. How great thou art. Let's sing together. How great thou art. പാടും ഞാനേശുവേ, അങ്ങെത്രയോ മഹോന്നതൻ.
ചേർന്ന് അറിയാവുന്നവരെല്ലാവരും ചേർന്ന് പ്രേ കേരളയിൽ നമുക്കൊന്നിച്ച് പ്രഭാതത്തിൽ My soul, my Savior God, to thee. How great thou art. How great thou art. Then sings my soul, my Savior God, to thee. At your right hand. നമ്മെ പരിപാലിക്കുന്ന ഈ ദൈവം, നാശനഷ്ടങ്ങൾ കെടുതികളുടെ നടുവിലും നമ്മെ പരിപാലിക്കുന്ന ഈ യേശു, അത്യുച്ചത്തിൽ പാടും ഞാൻ യേശുവേ. എന്റെ പരിചയമായ, എന്റെ സംരക്ഷണമായ എന്റെ യേശുവേ, ഞാൻ അങ്ങിൽ തന്നെ ആശ്രയിക്കുന്നു എന്ന് പറയുന്നവർ രണ്ട് കരങ്ങളും ഉയർത്തി ഈ പ്രഭാതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പായി നമ്മെ ഓരോരുത്തരെയും യേശുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാം. Let's all commit our lives to the hand of God, who is the creator and the eternal one, El Shaddai, and I am that I am, El Elohim-ആയ ദൈവം. Hallelujah. Jehovah Rapha-ആയ കർത്താവ്. Oh yes Lord, and he is at my right hand. അവൻ എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകുകയില്ല. എന്റെ യേശു എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ വീണു പോകുകയില്ല. എന്റെ യേശു എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ തളർന്നു പോകുകയില്ല. എന്റെ യേശു എന്നെ ദൈവം ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിക്കും. Yes, my Jesus. Let's give glory to our God forever and ever. Oh, be to our God. പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ കുടുംബത്തിലും അങ്ങയുടെ മഹത്വം ശക്തമാണ്. ഓരോ ജീവിതത്തിലും അങ്ങയുടെ തേജസ് ആഴമേറിയ അളവിൽ ഇപ്പോൾ തന്നെ ഇറങ്ങട്ടെ. ഞങ്ങൾ എല്ലാവരും അനുഗ്രഹീതരാകട്ടെ. ഈ പകൽ അവിടുന്ന് പകരുന്ന വിടുതലുകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവേ, അവിടുന്ന് എല്ലാവരുടെയും കണ്ണുനീർ തുടയ്ക്കും. യേശുവേ, അവിടുന്ന് ഞങ്ങൾക്കായി ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ശുഭമായ ഭാവി അങ്ങിലുണ്ട് കർത്താവേ. Thank you Lord that we have a safe and secure future in Christ Jesus. Oh, and be to our God forever and ever. Be to our God forever and ever. Be to our God forever and ever. Amen. Ajit, good morning. Good morning, Pastor. Come on. പക്ഷേ കർത്താവ് യേശു എന്ന് പറയുന്ന ദൈവം, അവൻ ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായ ദൈവം. ഹൃദയം നുറുങ്ങിയവർക്ക് അവൻ സമീപസ്ഥനാണ്. അനേക ജീവിതങ്ങളുടെ വിടുതലുകളുടെ സാക്ഷ്യം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. യേശു ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനാണ്. തീർച്ചയായിട്ടും കമോൺ പറഞ്ഞാട്ട് ധാരാളം വിടുതലുകളുടെ സാക്ഷ്യങ്ങൾ കർത്താവ് ഈ ദിനങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമല്ല, ധാരാളം പ്രാർത്ഥനാ വിഷയങ്ങൾ, പ്രത്യേകിച്ച് മഴയും അതിൻ്റെ കെടുതികളും ഒക്കെ ചുറ്റുപാടുമുള്ളപ്പോൾ അനേക പ്രിയപ്പെട്ടവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മക്കൾ പ്രാർത്ഥിക്കും. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥനയ്ക്കായി വിളിക്കുക. ദൈവത്തിൻ്റെ മക്കൾ ചേർന്ന് പ്രാർത്ഥിക്കുക. പക്ഷെ പൂജപ്പുരയിൽ നിന്ന് രാജമ്മ എന്ന മാതാവ് വിളിച്ചിരുന്നു. ആ മാതാവിന്റെ മകൾ ബബിതയ്ക്ക് നെഞ്ചുവേദനയാൽ ഭാരപ്പെടുന്നു. പ്രാർത്ഥനയ്ക്കായി നമുക്ക് വിളിച്ചു പറഞ്ഞിരുന്നു.
പ്രാർത്ഥിക്കുന്ന കേരളത്തിലുള്ള എല്ലാ ജീവിതങ്ങളും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ദൈവം ആ ജീവിതത്തിന് അന്ന് തന്നെ വിടുതൽ നൽകി. യേശു അന്ന് തന്നെ വിടുതൽ നൽകി. യേശു താങ്കൾക്ക് വിടുതൽ നൽകി. പക്ഷെ പോലെ കാട്ടക്കടയിൽ നിന്ന് സുനിത എന്ന സിസ്റ്റർ വിളിച്ചിരുന്നു. 1.5 വർഷമായി കുട്ടികളില്ലാതിരിക്കുകയായിരുന്നു. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥനയ്ക്കായി അവർ അപേക്ഷിച്ച് തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ആ സിസ്റ്റർ ഇപ്പോൾ എത്ര വർഷങ്ങളായി? 1.5 വർഷമായി അവർക്ക് കുട്ടികളില്ല. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ യേശു എത്ര നല്ലവൻ. കാട്ടക്കടയിൽ നിന്ന് ഉഷ എന്ന് പറയുന്ന സിസ്റ്റർ വിളിച്ചിരുന്നു. കാലിന്റെ അടിഭാഗത്ത് വേദന വളരെയേറെ ഭാരപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുത സൗഖ്യം നൽകി. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചു. മകൻ നോബലിന്റെ വിവാഹം വളരെ ഭംഗിയായി നടന്നു. പ്രാർത്ഥിച്ച കേരളത്തിൽ എല്ലാവർക്കും നന്ദി. മിസ്റ്റർ ബേബി ട്രിവാൻഡ്രത്തുനിന്ന് നമ്മോട് അറിയിച്ചിട്ടുണ്ട്. നോർമൽ ഡെലിവറിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കേട്ട് യേശു അത്ഭുതകരമായ ഒരു ഡെലിവറി നൽകിയെന്ന് റോജ നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഏത് വിഷയത്തിനും പരിഹാരം, ഏത് വിഷയത്തിനും നമ്മോട് കൂടെ നിൽക്കുവാൻ ഈ പകൽ യേശു നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ഒന്നിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരു നിമിഷം മാനസിക രോഗത്താൽ ഭാരപ്പെടുന്ന ധാരാളം പ്രിയപ്പെട്ടവരുടെ വിവരങ്ങൾ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്നത് കൊണ്ട് ആശുപത്രികളിലായിരിക്കുന്നവരുണ്ട്, ഭവനങ്ങളിലായിരിക്കുന്നവരുണ്ട്. അത് നിമിത്തം വീട്ടിനകത്ത് മക്കളിലേക്ക് ഒക്കെ കെടുതികൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് അതിൽ യൗവനക്കാരുടെ എണ്ണം വളരെ കൂടുതലായിക്കൊണ്ടിരിക്കുമ്പോൾ ധാരാളം രോഗികൾ 35 വയസ്സിന് താഴെ പ്രായമുള്ളവരായി പല ആശുപത്രികളിൽ പ്രാർത്ഥനയ്ക്കായി കടന്നു പോകുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്കളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും മാനസിക വ്യഥയില്, ഡിപ്രഷൻ ചെറിയ അളവിലാകട്ടെ വലിയ അളവിലാകട്ടെ, പൈശാചിക ബാധയാൽ സുബോധം നഷ്ടപ്പെട്ടവരായി, കൈകാലുകൾ പിടിച്ചു കെട്ടിയിടപ്പെട്ടവരായിട്ട് ആയിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ യേശു അത്ഭുതങ്ങളുടെ കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ വേളയിൽ തന്നെ യേശുവിന്റെ നാമത്തിൽ every spirit of depression I command you to get out of them in Jesus mighty name. യേശുവിന്റെ നാമത്തിൽ എല്ലാ നിരാശയുടെ ആത്മാവ് ഇപ്പോൾ ആ ജീവിതങ്ങളിൽ നിന്ന് എന്നേക്കുമായി വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. യേശുവിന്റെ ആത്മാവിനാൽ, യേശുവിന്റെ സന്തോഷത്താൽ അവർ ഇപ്പോൾ തന്നെ നിറയട്ടെ. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ. കാര്യത്തിൽ കുറച്ച് പണം കൂടി ലഭിക്കണം, ലോൺ ശരിയാകണം, മകന്റെ വിവാഹം നടക്കണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവകരം വ്യക്തമായ ഒരു കുടുംബത്തിൽ വെളിപ്പെടുവാനിടയാകട്ടെ. എത്രയും വേഗം ലോൺ സാങ്ഷൻ ആക്കുവാനിടയാകട്ടെ. മകന്റെ വിവാഹം നന്നായി നടക്കുവാൻ തക്കവണ്ണം ദൈവപ്രവൃത്തിയോടെ വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, യേശുവിൻ നാമത്തിൽ തന്നെ. വേഗത്തിൽ ഒരു വാടക ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഒന്നിച്ച കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ എത്രയും വേഗം സ്വന്തമായ ഒരു ഭവനം കിട്ടുന്നതിന് വഴികൾ വാതിൽ തുറക്കണം. അതുപോലെ ഈ ദിവസങ്ങളിൽ താമസിക്കുവാൻ എത്രയും വേഗം കർത്താവ് ഒരു വാടക ലഭിക്കട്ടെ. കർത്താവ് എന്റെ കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. സിജിന ഒറ്റശേഖരമംഗലത്തുനിന്ന് വിളിച്ചിരിക്കുന്നു. പനി, ശരീരവേദന. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യവും ആരോഗ്യവും അവരുടെ ശരീരാത്മദേഹിൽ അനുഭവിപ്പാനിടയാകട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. തിരുവനന്തപുരത്ത് നിന്ന് മഞ്ജുഷ വിളിച്ചിരിക്കുന്നു. മകൻ രാത്രിയിൽ വല്ലാതെ കരയുന്നു, പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് കർത്താവെ പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്ത് അസ്വസ്ഥതയായിരുന്നാലും ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവെ പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യം പൈതലിന് കൊടുത്ത് സുഖമായി യേശുവിന്റെ നാമത്തിൽ തന്നെ. ജയ അഞ്ചരവിളയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മകൻ ആരോമൽ പഠനത്തിന് പുറകോട്ട്, കർത്താവിന് പൂർണ്ണ സൗഖ്യം വേണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പൈതലിന് ദൈവത്തിന്റെ പരിജ്ഞാനത്താൽ നിറയുമാറാകട്ടെ. അത്ഭുതം കണ്ട് ആനന്ദിപ്പാൻ ഇടയാക്കണം. ഭർത്താവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ മകന് പൂർണ്ണ ആരോഗ്യവും സൗഖ്യം ഞങ്ങൾ കൽപ്പിക്കുക, യേശുവിൻ നാമത്തിൽ തന്നെ. അമ്മയുടെ കണ്ണിന് വേദന ചുമതലം പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ആ പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പൈതലിന്റെ എല്ലാ അസ്വസ്ഥകളും രോഗത്തിന്റെ ശക്തികളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കണ്ണിന് വേദനകളും യേശുവിന്റെ നാമത്തിൽ മാറി പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചയക്കുന്നു. Every breath that I take
കഴിയുന്നിടത്തോളം പ്രിയപ്പെട്ടവർ എഴുന്നേറ്റ് താങ്കളുടെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന 12,000-ത്തിലധികം പ്രാർത്ഥനാ വിഷയങ്ങൾ, അത് പ്രദാനം ചെയ്യുന്ന ജീവിതങ്ങൾ, അവരുടെ കുടുംബങ്ങൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് യേശു അത്ഭുതങ്ങളുടെ കർത്താവാണ്. ഞാൻ ഉറപ്പായി പറയട്ടെ, താങ്കളിൽ പ്രാർത്ഥിക്കാനൊരു ശേഷി ദൈവം പകർന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും താങ്കളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. യേശുവിൽ വിശ്വസിച്ച് 2 കരങ്ങളും കഴിയുന്നിടത്തോളം ആ സ്ക്രീനിലേക്ക് വന്നാട്ടെ. ഈ സ്ക്രീനിൽ കാണുന്ന ആ പ്രാർത്ഥന വിഷയങ്ങൾ എൻ്റെ മുമ്പിൽ 12,010 ഇനിയും അനേകം പ്രാർത്ഥന വിഷയങ്ങൾ കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ വരാനുണ്ട്. 100 കണക്കിന് പ്രാർത്ഥന വിഷയങ്ങൾ 24 മണിക്കൂർ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് അനേകം മക്കൾ പ്രാർത്ഥനയിൽ നിരതരായിക്കൊണ്ടിരിക്കുന്നു. സഭാവിഭാഗ വ്യത്യാസമില്ലാത്ത ധാരാളം ആളുകൾ ഇവിടേക്ക് കടന്നു വന്ന് ഞങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ അവരവരുടെ സൗകര്യം അനുസരിച്ച് പ്രാർത്ഥനയിൽ പങ്കാളികളാകുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ താങ്കളെ ക്ഷണിക്കുന്നു. 7 മണിക്ക് ശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു പറഞ്ഞ് സഭകളായിട്ടോ കുടുംബങ്ങളായിട്ടോ കടന്നു വന്നല്ല വ്യക്തികളായിട്ടോ കടന്നു വന്ന് ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ താങ്കളെ ക്ഷണിക്കുന്നു. സൂസൻ ഇടപ്പള്ളി ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നു. പ്രാർത്ഥന കേരളത്തിൽ സ്റ്റാഫിന്റെ ഷോർട്ടേജ് വന്നപ്പോൾ, ഇല്ലാതിരുന്നപ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞിരുന്നു. യേശു അത്ഭുതം പ്രവർത്തിച്ചു. ആവശ്യത്തിന് സ്റ്റാഫിനെ ലഭിച്ചു. പ്രാർത്ഥിച്ച എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നുണ്ട്. സംസാരിക്കുമ്പോൾ ശബ്ദം അടയുന്നു, കാൽമുട്ടിന് നീര്. ഈ വിവരം കൂടെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്. എന്നോട് ചേർന്ന് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ പിതാവേ, ഈ ഓൾട്ടറിൽ വെച്ചിരിക്കുന്ന 10,000-കണക്കിന് ജീവിതങ്ങളുടെ മേൽ, വിഷയങ്ങളുടെ മേൽ അങ്ങയുടെ കരം നീട്ട്. ഇപ്പോൾ യേശുവേ, അങ്ങയുടെ മഹത്വം, അങ്ങയുടെ അത്യന്ത ശക്തി നിമിത്തം അവരുടെ ജീവിതത്തിന്റെ മേൽ ശത്രു വച്ചിരിക്കുന്ന നുഖങ്ങൾ ഇപ്പോൾ അത് ഉടഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതൽ ഇവരിൽ സംഭവിക്കട്ടെ. ദൈവിക നന്മയാൽ നിറയ്ക്ക്. യേശു ചെയ്ത വിടുതലിന്റെ സാക്ഷ്യം അവരുടെ വായിൽ നിന്ന് വരട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. എന്റെ ഇപ്പോൾ കിട്ടിയ 2 പ്രൈസ് റിപ്പോർട്ടുകളുടെ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്റെ ടേബിളിൽ ഉണ്ട് അനേകം വിടുതലിന്റെ സാക്ഷ്യങ്ങൾ. കർത്താവ് വിടുതലിന്റെ അനുഭവങ്ങളിലൂടെ പ്രാർത്ഥന കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വരാൻ കഴിയുന്നില്ലെങ്കിലും പാസ്റ്റർസിനും ധാരാളം ആളുകൾ വിളിക്കുമ്പോൾ നമ്മോട് പറയുന്നൊരു വാക്കുണ്ട്, ഞങ്ങൾ പ്രാർത്ഥന കേരളത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിന് പോലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ യേശു എത്ര നല്ലവനാണ്. എറണാകുളത്ത് നിന്ന് സാലം എന്നൊരു സിസ്റ്റർ വിളിച്ചിരിക്കുന്നത്. ഈ സിസ്റ്ററിന്റെ സഹോദരന്റെ വീട്ടില് ഇലക്ട്രിസിറ്റി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കേരളത്തിലേക്ക് വിളിച്ച് പ്രാർത്ഥിച്ചു. ഇന്നലെ കണക്ഷൻ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിളിച്ചു. ഏത് വിഷയത്തിനും ആളുകൾക്ക് വിളിക്കാനും പ്രാർത്ഥിക്കാനും ഒരവസരമായി കർത്താവ് പ്രാർത്ഥനാ കേരളത്തെ കഴിഞ്ഞ ദിവസം എന്നെ ഒരു ദൈവദാസൻ എന്നെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. വർഷങ്ങളായിട്ട് ശുശ്രൂഷയിലുള്ളതാണ്. ബൈബിളിൽ സങ്കേത നഗരങ്ങളെ കുറിച്ച് വായിക്കുന്നുണ്ട്. പ്രാർത്ഥനാ കേരളം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കഷ്ടപ്പെടുന്ന കരയുന്ന അനേകർക്ക് ഒരു സങ്കേത നഗരമായി മാറി എന്ന് അദ്ദേഹം നമ്മളോട് ഒരു അഭിനന്ദനം അറിയിക്കാനിടയായി തീർന്നു. എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വേലയിൽ ലോകത്തിന് അനേക രാജ്യങ്ങളിൽ ദീർഘവർഷങ്ങളിൽ കഷ്ടങ്ങളുടെ നടുവിലും യേശുവിന് വേണ്ടി ധീരതയോടെ നിന്ന് അധ്വാനിക്കുന്ന ആയിരക്കണക്കിന് ദൈവദാസന്മാർ നമ്മോടൊപ്പം ഈ ശുശ്രൂഷയിൽ കൂട്ടാളികളായി ഉള്ളതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു. താങ്കളുടെ പ്രോത്സാഹനം, താങ്കളുടെ പ്രാർത്ഥന, ഈ ശുശ്രൂഷയിൽ ഒന്നിച്ച് യാത്ര ചെയ്യുവാനുള്ള താങ്കളുടെ മനസ്സ് ഞങ്ങൾ തീർച്ചയായിട്ടും അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൽ അത് ശ്ലാഘനീയമാണ്. ദൈവം സഹായിക്കട്ടെ. അതുപോലെ അടുത്ത മാന്നാർന്ന് റിയ എന്ന് പറഞ്ഞൊരു മോളാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആഗ്രഹിച്ച പോലെ തന്നെ ബികോമിന് ആഗ്രഹിച്ച അതേ കോളേജിൽ തന്നെ അഡ്മിഷൻ ലഭിച്ചു. അതേ കോളേജിൽ ആഗ്രഹിച്ചതുപോലെ ബൈബിളിൽ ഒരു വാക്കുണ്ട്, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന കർത്താവ് ഈ യേശു എത്ര നല്ലവനാണ്. അടുത്തത് വായിക്കുന്നതിന് മുമ്പ് ഇന്ന് അഡ്മിഷൻ സംബന്ധമായി വിഷമിക്കുന്ന ധാരാളം പേരുണ്ട്. ഇവിടെ എന്തുമാത്രം മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ വറീഡായി വിഷമിച്ചുകൊണ്ട് ക്ലേശത്തിലൂടെ പോകുന്നവർ ഇവിടെയുണ്ട്.
സാമ്പത്തികമായ കെടുതികളിലൂടെ പോകുന്നവരുണ്ട്, ലോണുകൾക്ക് കൊടുത്തിട്ട് കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്, ആഗ്രഹിക്കുന്ന വിഷയങ്ങളിൽ അഡ്മിഷൻ ലഭിക്കാതെ വിഷമിക്കുന്നവരുണ്ട്. നമുക്ക് ഇന്ന് പകൽ പ്രാർത്ഥിക്കാം. താങ്കളോ താങ്കളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളോ മക്കളോ ആ ക്ലേശത്തിലൂടെ പോകുന്നെങ്കിൽ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാണ്. കർത്താവെ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അഡ്മിഷൻ സംബന്ധമായി പ്രയാസം കഴിഞ്ഞിരുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ആഗ്രഹിക്കുന്ന കോളേജിൽ, ആഗ്രഹിക്കുന്ന സ്കൂളിൽ, കർത്താവ് ആഗ്രഹിക്കുന്ന സബ്ജക്റ്റിന് തന്നെ കർത്താവെ അവർക്ക് സീറ്റ് ലഭിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് സംഭവം ലഭിക്കട്ടെ. കർത്താവെ, കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിതത്തിലെ എല്ലാ മേഖലയിൽ നീ അനുഗ്രഹിച്ച് ഉയർത്തണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. റോസമ്മ കാട്ടാക്കടയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മകന് MCA കഴിഞ്ഞു, ജോലി ലഭിക്കണം. മരുമകന് വിദേശത്ത് പോകണം. കർത്താവേ, ആ മകനെ ഞങ്ങളുടെ കരങ്ങളിൽ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു നല്ല ജോലി കൊടുത്ത് നീ അവനെ മാനിച്ചാട്ട് പ്രത്യേക കർത്താവെ, ആ മരുമകനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ വിസ എത്രയും വേഗം ലഭിക്കട്ടെ. ആ കുടുംബത്തെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. കാക്കനാടത്ത് ദീപ വിളിച്ചിരിക്കുന്ന 5 വർഷമായിട്ട് ജോലിയില്ല, 3 ടെസ്റ്റുകൾ എഴുതിയിരിക്കുന്നില്ല, പരാജയങ്ങൾ മാറണം. കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ്, ഞങ്ങൾ ഒന്നിച്ച് ദീപ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. മകൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എഴുതുന്ന ടെസ്റ്റുകൾ അത് നല്ല മാർക്കോടെ പാസ്സാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ അനുഗ്രഹിക്കുന്ന സകല മേഖലയിൽ ഉയർച്ച ഉണ്ടാകട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ബേബിച്ചരൻ കീഴിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടണം. കർത്താവെ, ആ മകനെ അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ, സകല സ്വർഗീയ നന്മകളാൽ നിറച്ചാട്ട്. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഞങ്ങൾ ബേബി വിളിച്ചിരിക്കുന്ന വലത് കൈക്ക് മുഴയും വേദനയുമുണ്ട്. 50 സെന്റ് സ്ഥലം അത് വിൽക്കണം. അത് മകന്റെ എഞ്ചിനീയറിംഗ് പഠനത്തിന് ഉയർച്ച ഉണ്ടാകണം. കർത്താവ്, ഞങ്ങൾ ഒന്നിച്ച് സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം അദ്ദേഹത്തിന് മേൽ ഉണ്ടാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ആ വിൽക്കാനുള്ള സ്ഥലം നല്ല വിലയ്ക്ക് ഇത്രയും വേഗം വിറ്റുപോകാൻ അങ്ങ് സഹായിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവന്റെ വിദ്യാഭ്യാസ ഉയർച്ച ഉണ്ടാകുമാറാകട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. അച്ചു വെള്ളറയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. പഠിക്കാനുള്ള ബുദ്ധിയും ജ്ഞാനവും ലഭിക്കണം. കർത്താവെ, ആ മകനെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവന്റെ ബുദ്ധി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ തുറക്കുന്നു. കർത്താവെ, അവൾ മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ. അവന്റെ പഠനത്തിൽ വലിയൊരു ഉയർച്ച നീ കൊടുത്താട്ട്. കർത്താവ്, അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ലീല എന്നൊരു സഹോദരി വിളിച്ചിരിക്കുന്നു. മകന്റെ കേസ് ഉണ്ട്, അതിന് ഡേറ്റ് അടുത്ത് വരുന്നു, പ്രാർത്ഥിക്കണം. കർത്താവ്, ഞങ്ങൾ ഒന്നിച്ച് മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അത്ഭുതം അവന്റെ ജീവിതത്തിൽ ഉണ്ടാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിനെ അറിഞ്ഞ് ജീവിക്കുന്ന, യേശുവിന്റെ ജീവിക്കുന്ന ഒരു വ്യക്തിയാക്കി അതിനെ രൂപാന്തരപ്പെടുത്തി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെയും അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. മകൻ ജിബു കുവൈറ്റിൽ ഇന്നലെ ഈ അമ്മ വിളിച്ചു പറഞ്ഞത്, ധാരാളം ആളുകൾ കുവൈറ്റിലെ ജോലി സംബന്ധമായി മാത്രമല്ല ഇപ്പോൾ മാറി മറിയുന്ന നിയമങ്ങളുടെ മുമ്പിൽ ഇന്ത്യയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ആ രാജ്യത്ത് വന്ന് പാർക്കുന്ന എക്സ്പാട്രിയേറ്റ്സ്, മറ്റു രാജ്യക്കാര് വളരെയധികമായി ക്ലേശങ്ങളിലൂടെ പോകുന്നു. അവിടെ മാറിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങളുടെ മുമ്പാകെ ഒരുപാട് പേര് ക്ലേശത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. മകന്റെ ജോലി സുരക്ഷിതമാകേണ്ടതിനും അവന്റെ ആയുസ്സിന് ഒരു കേടും വരാതെ ദൈവം സൂക്ഷിക്കേണ്ടതിനും ധാരാളം ആളുകൾ വെറുതെ കാരണം കൂടാതെ ജയിലിലാക്കുന്നു എന്ന വർത്തമാനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആശങ്കപ്പെടുന്ന ധാരാളം പേര് ഇവിടേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ പ്രേയിങ് കേരള എന്ന ശുശ്രൂഷ എല്ലാ ദിവസവും ആത്മീയമായ അനുഗ്രഹം പ്രാപിക്കുവാൻ ഇടയായി തീരുന്നു. കണ്ടില്ലെങ്കിൽ വലിയ നഷ്ടമാണെന്നും ആ മാതാവ് നമ്മോട് അറിയിച്ചിട്ടുണ്ട്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ആയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ അവിടെ നേരിടുന്ന ക്ലേശങ്ങളുടെ നടുവിൽ ദൈവിക സംരക്ഷണത്തിലാകേണ്ടത് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ജീവിതം, ജോലി, കുടുംബം, തലമുറകൾ എല്ലാം സുരക്ഷിതമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ അത്ഭുത കരം ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവേ, അങ്ങയുടെ കരം അവിടെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. യേശുവിന്റെ സംരക്ഷണം അവിടെ ഉണ്ടാകട്ടെ. രാജാവിന്റെ ഹൃദയം ദൈവത്തിന്റെ കയ്യിൽ നീർത്തോട് കിടക്കുന്ന വചനപ്രകാരം യേശുവിന്റെ നാമത്തിൽ ജനജീവിതത്തിന് വിരോധമായ നിയമങ്ങൾ യേശുവിന്റെ നാമത്തിൽ അത് വേരോടെ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ജനജീവിതം സുഗമമാകട്ടെ. യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ, പ്രാർത്ഥിച്ചപ്പോൾ മകന്റെ മദ്യപാനം മാറി. ധാരാളം ആളുകളുടെ ജീവിതത്തിൽ യേശു പ്രവർത്തിക്കുന്ന വിടുതലുകൾ വർഷങ്ങൾ ചികിത്സിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഒരു അമ്മ വിളിച്ചു പറഞ്ഞത് 34 വയസ്സുള്ള മകൻ കെട്ടിയിട്ട് വരെ ചികിത്സിച്ചു, കയറിട്ട് കെട്ടി
കെട്ടി കൈകാലുകൾ മുറിഞ്ഞുപോയി, എന്നിട്ടും മദ്യപാനം മാറിയില്ല. പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിച്ച ദിവസം മുതൽ ആ ജീവിതത്തിൽ മാറ്റം തുടങ്ങി. യേശു മദ്യം ഷാപ്പുകളെ അടയ്ക്കുകയല്ല ചെയ്യുന്നത്, പകരം നമ്മുടെ അകത്ത് രൂപാന്തരം തരുമ്പോൾ, മദ്യപിക്കുന്ന വ്യക്തിയിലേക്ക് യേശു പ്രവേശിക്കുമ്പോൾ ശത്രുവിന്റെ സകല ആയുധങ്ങളും ആ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുന്നു. ഈ പകൽ ചേർന്ന് മദ്യപാനത്തിന്റെ കെടുതിയിലൂടെ പോകുന്ന 10,000-കണക്കിന് കുടുംബങ്ങൾക്കായി, വ്യക്തികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അന്ധകാര ശക്തികൾ, ഇരുട്ടിന്റെ പ്രവർത്തികൾ സകലതും യേശുവിന്റെ നാമത്തിൽ ആ ജീവിതങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. ലോകത്തിന്റെ വെളിച്ചമായ യേശു, ജീവനായ യേശു, പുനരുത്ഥാനമായ യേശു ഇപ്പോൾ അവർ ഇറങ്ങി പ്രവർത്തിക്കുക. യേശുവിന്റെ നാമത്തിൽ അവർ ജീവനിലേക്ക് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇളയ മരുമകൾക്ക് മക്കളില്ലായിരുന്നു. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് 2.5 മാസം ഗർഭിണിയ. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. ബ്രദറിന്റെ ഒരുപാട് ഡോക്യുമെന്റ്സ് വർഷങ്ങളായിട്ട് ഉള്ള വിഷയമായിരുന്നു. പ്രാർത്ഥന കേരളത്തിൽ വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതകരമായി അത് മുഴുവൻ ക്രമീകരിച്ചു. ആ വ്യക്തി പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് ഓൺലി ദ മിറക്കിൾ ഓഫ് ഗാഡ്. ദൈവത്തിന്റെ അത്ഭുതം മാത്രമാണ്. ഒരു ഡോക്ടറാണ് നമ്മോട് അത് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. യേശു അത്ഭുതങ്ങളുടെ ദൈവം. എത്ര വർഷങ്ങൾ പഴകിയ വിഷയമാണെങ്കിലും യേശുവിനെ അഴിക്കാൻ കഴിയാത്ത ഒരു കെട്ടുമില്ല സഹോദരങ്ങളെ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. യേശു അത്ഭുതങ്ങളുടെ ദൈവം. അടുത്ത നിമിഷം, ഒരു നിമിഷം 2 കരങ്ങളും ഉയർത്തി ആത്മാവിന്റെ നിറവിനായി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. പരിശുദ്ധാത്മാവിന്റെ നിറവ്. ഓ ഹല്ലേലൂയ. അന്ത്യകാലത്ത് സകല ജഡത്തിനു മേല് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവവചനം വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പത്രോസ്ലീഹയുടെ പ്രസംഗം ഞാൻ എടുത്ത് വായിക്കുമ്പോൾ, ജോവൽ പ്രവാചകന്റെ പ്രവാചകത്തോടുകൂടി തുടങ്ങുന്നത് I will pour out my spirit on all flesh in the latter days. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിനു മേൽ എന്റെ ആത്മാവിനെ പകരും. And I tell you the good news. These are the days where God is pouring out His spirit on all flesh. സകല ജഡത്തിന്റെ മേൽ ദൈവം തന്റെ ആത്മാവിനെ പകരുന്ന ദിനങ്ങളായത്. വ്യത്യാസങ്ങളില്ലാതെ ലോകരാജ്യങ്ങളിൽ സകല ജഡത്തിന്റെ മേൽ താങ്കൾക്ക് വേണ്ടി, താങ്കളുടെ മേൽ, താങ്കളുടെ കുടുംബത്തിന് മേൽ, താങ്കളുടെ ദേശത്ത്, നമ്മുടെ രാജ്യങ്ങളിൽ. Oh yes, wind of the Holy Spirit and of the fire of the Holy Spirit, wind of the Holy Spirit, wind of God, breathe over. Oh, let your breath come, let your breath come, let your breath come. അങ്ങയുടെ കാറ്റ് വരട്ടെ, അങ്ങയുടെ കാറ്റ് വരട്ടെ. ആത്മാവിന്റെ കാറ്റടിക്കട്ടെ, ആത്മാവിന്റെ കാറ്റടിക്കട്ടെ, ആത്മാവിന്റെ കാറ്റ്. സകല മേഖലകളിലും വ്യത്യാസങ്ങൾ, സകല മേഖലകളിലും വ്യത്യാസങ്ങൾ. Yes, Lord. Let your fire fall. Let your fire and let your wind of the Holy Spirit. Oh, yes, Lord. We pray in Jesus' mighty name that the glory of God shall sweep over the nations. Oh, hallelujah. കർത്താവിന്റെ മഹത്വം. യേശുവിന്റെ ആത്മാവ്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് സകലരുടെ മേൽ, സകല ദേശങ്ങളുടെ മേൽ ഇപ്പോൾ. Yes, Lord. ചാവാറായ ശേഷിപ്പുകളെ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ അത്ഭുത പ്രവൃത്തി ഇപ്പോൾ തന്നെ ഓരോരുത്തരിലും ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ അവരുടെ നാഡീഞരമ്പുകൾ, ശരീരം, ദേഹി, ആത്മാവ് സമ്പൂർണമായി ഇപ്പോൾ തന്നെ ജീവനിലേക്ക് വരട്ടെ. Yes, hallelujah. Recreating power of God. He is being released now. Receive your miracle. In Jesus' name. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ അത്ഭുതങ്ങളെ പ്രാപിക്കുക. ആത്മാവിനാൽ നിറയട്ടെ. Yes, Lord. Your glory. Lord, your glory. And increase the level of your presence.
shall cover everyone. അങ്ങയുടെ വർദ്ധിച്ച സാന്നിധ്യം ഓരോരുത്തരുടെ മേൽ ഇപ്പോൾ ഇറങ്ങണം കർത്താവേ. Yes Lord, yes Lord, yes, let your fire of God, fire of God. Oh, hallelujah. എലിയാവിന്റെ അഭിഷേകം. Yes Lord, എലിയാവിന്റെ അഭിഷേകം ദേശങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, രാജ്യത്തിലേക്ക്, സംസ്ഥാനങ്ങളിലേക്ക്. Yes Lord, hallelujah. ഇപ്പോൾ അന്ത്യകാലത്ത് സകല ജനത്തിനു മേൽ എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ വാഗ്ദത്തം അതുപോലെ നിറവേറട്ടെ, 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 നിറവേറട്ടെ. Let your word be fulfilled. Let your word be fulfilled in Jesus' name. Let your word be fulfilled in Jesus' name. യേശുവിന്റെ നാമത്തിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണം ഞങ്ങളുടെ സംസ്ഥാനത്തിന് മേൽ, സംസ്ഥാനത്തിന് മേൽ, സംസ്ഥാനത്തിന് മേൽ, കേരളത്തിന്റെ മേൽ ആത്മാവാൻ ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ വലിയ വ്യാപാരം, വലിയ പ്രവൃത്തി. ഹല്ലേലൂയ. Oh, ഈ പകൽ പ്രാർത്ഥിക്കുന്നു. Let your glory come, Holy Spirit, Holy Spirit, Holy Spirit. We thank you, Lord. വീണുപോയ ദാവീദിൻ കൂടാരങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന കർത്താവേ. Can a nation be born in a day? ഒരു രാഷ്ട്രം ഒരു രാത്രി കൊണ്ട് ഉളവായി വരുമോ? Yes, ദൈവത്താൽ. Is there anything too hard for the Lord? കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? No, there is nothing. Yes, not by might, not by power, but by thy spirit. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, യഹോവയുടെ ആത്മാവിനാ. Yes, 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 yes. Your holy fire, your holy fire, your holy fire, your holy fire, holy fire, holy fire, Holy Spirit of God, your holy fire, your holy fire, your holy fire over everyone's life in Jesus' name. Your holy fire. Oh, yes, ചതഞ്ഞോടെ ഒടിച്ചു കളയാത്ത ദൈവം, പുകയുന്ന തിരിയെ കെടുത്തിക്കളയാത്ത ദൈവം. എന്നും കഷ്ടങ്ങളല്ല പ്രിയമുള്ളവരെ, എന്നും കെടുതികളല്ല പ്രിയമുള്ളവരെ, എന്നും രോഗങ്ങളല്ല പ്രിയമുള്ളവരെ, എന്നും നഷ്ടങ്ങളല്ല പ്രിയമുള്ളവരെ. ഇന്ന് യേശുവിന്റെ ആത്മാവ് താങ്കളുടെ ശരീരത്തെ ജീവിപ്പിക്കുന്നതിന് താങ്കൾ ദൈവിക ബലത്തോടെ എഴുന്നേറ്റ് നടന്ന് യേശുവിന്റെ മഹത്വത്തെ വർണ്ണിക്കുക. കടന്നു പിടിച്ചിരിക്കുന്ന രോഗത്തിന് അടിമയായി നശിച്ച് മരിച്ച് ഇഞ്ചിഞ്ചായി തീരുവാനുള്ള ജീവിതമല്ല. You are born to carry the glory of God. നീ ജനിച്ചിരിക്കുന്നത് ദൈവമഹത്വം വഹിക്കേണ്ടതിനാ. Yes, come on. Yes, കരങ്ങളെ അടിച്ചു ചേർന്ന് your fire, 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 oh fire, 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 your holy spirit. Yes, 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 oh your holy fire, your holy fire, your holy fire, your holy fire on all flesh. എല്ലാവരുടെ മേൽ, എല്ലാവരുടെ മേൽ അങ്ങയുടെ ആത്മാവിന്റെ വ്യാപാരം ഇപ്പോ 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 ആശുപത്രികളില്, ഗവൺമെന്റ് ഓഫീസുകളില്, സ്വകാര്യ മേഖലകളില്, പബ്ലിക് ലിമിറ്റഡ് കമ്പനീസില്, കേരളത്തിന്റെ സാമ്പത്തിക മേഖലയില്, കേരളത്തിന്റെ ഗവൺമെന്റ്, ഓ പൊതുജനത്തിന് മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ, ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ പകർച്ച. ഓ ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. Let the glory come down. Jesus. Oh, let the wind blow. Yes. Let the glory come down. Yes. Jesus. Let the fire fall. Let the glory come down. Let the fire fall. Your fire, your fire, your fire, your fire, your fire, your fire, yes. Holy
Let the fire fall, let the wind blow, let the glory come down, down, down. Let the fire fall, let the wind blow, let the glory come down, down, down. Let the fire fall, let the wind blow, let the glory come down. We speak Let the fire your fall, let blessings the wind blow, over let the glory everyone come in down. this nation, India. In Jesus' mighty name. ഈ രാജ്യത്തിന്റെ സമസ്ത മേഖലകളിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിറയട്ടെ. Yes, Lord. വിളിച്ചു പ്രാർത്ഥിച്ച് അതിഭയങ്കരമായ സമാധാനം അനുഭവിക്കുന്നു എന്ന് പേര് പറയണ്ട എന്ന് പറഞ്ഞൊരു വ്യക്തി തിരുവനന്തപുരത്ത് നിന്ന് മകളെ സിവിൽ ഐഡി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചു. അന്ന് തന്നെ അത് ലഭിച്ചു. തുമ്പമണിൽ നിന്ന് മിസ് മേരി അത് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് വായിക്കുമ്പോൾ തലവേദനയാൽ ഭാരപ്പെട്ടിരുന്നു, ഉറക്കം കിട്ടുന്നില്ലായിരുന്നു. പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിച്ചു. യേശു അത്ഭുതകരമായ സൗഖ്യം നൽകി. അഞ്ചന ട്രിവാൻഡ്രത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് സഹോദരി എൽസി ലങ്സിന് പ്രോബ്ലത്താല് ഓക്സിജൻ സിലിണ്ടർ വേണമായിരുന്നു. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഓക്സിജൻ സിലിണ്ടർ മാറ്റി യേശു അത്ഭുതത്തിനായി തന്ന അത്ഭുതത്തിന് പ്രാർത്ഥിച്ച കേരളത്തിന് നന്ദി. മിസ് ഏലിയാമ്മ ചിറകിൻ കീഴിൽ നിന്ന് ഇന്ന് താങ്കളുടെ അത്ഭുതത്തിന്റെ ദിവസമാണ്. Yes, you are born to receive the miracles of Jesus in your life. യേശുവിന്റെ അത്ഭുതം പ്രാപിക്കേണ്ടതിന് അത്രേ താങ്കൾ ജനിച്ചിരിക്കുന്നത്. You are born for a purpose. താങ്കൾ ജനിച്ചിരിക്കുന്നത് ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ്. And that purpose is to carry the glory, the presence of Jesus in this generation. Wherever God has placed you, ദൈവം താങ്കളെ എവിടെ ആക്കിയിരിക്കുന്നു അവിടെ ദൈവമഹത്വം വഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അത്രേ താങ്കളെ ദൈവം കണ്ടിരിക്കുന്നത്. സീരിയസ് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യവും ആരോഗ്യമുള്ളവളായി ഭവനത്തിലേക്ക് മടങ്ങി വരുവാനിടയാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. എറണാകുളത്ത് നിന്ന് ഒരു വ്യക്തി വിളിച്ചിരിക്കുന്നു. നടുവേദന, മകൻ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാൻ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജീവിതത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക സൗഖ്യം ഇപ്പോൾ തന്നെ ശരീരത്തിൽ ലഭിക്കുമാറാകട്ടെ കർത്താവേ. ആ മകനായി പ്രാർത്ഥിക്കുന്നു. ചെയ്യുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാൻ കർത്താവേ എന്നിട്ട് ദൈവിക കൃപേണമായി നിറയ്ക്കുന്നതിനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ. വിളിച്ചിരിക്കുന്നു. ശാരീരികമായി ഭയങ്കര ക്ഷീണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യവും ആരോഗ്യവും തന്റെ പൈതലിന് വീണ്ടുവരുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. എറണാകുളത്ത് നിന്ന് മാനി എന്ന സിസ്റ്റർ വിളിച്ചിരിക്കുന്നു. മകൾക്ക് പനി, മൂക്കിൽ കൂടി ബ്ലഡ് വരുന്നു. അതിനെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക സൗഖ്യ ശരീരത്തിൽ ലഭിക്കുമാറാകട്ടെ കർത്താവേ. ആ ജീവിതത്തെ വിടുതലിലേക്ക് നയിച്ചാട്ട് കർത്താവേ യേശുവിന്റെ നാമത്തിൽ തന്നെ. സാലമ്മ എറണാകുളത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. വയറിൽ പ്രയാസം, നല്ല വേദന, സ്വന്തമായ ഒരു ഭവനം വേണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ മകൾക്ക് പൂർണ്ണ സൗഖ്യവും ആരോഗ്യവും ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. അവർക്ക് തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം വെളിപ്പെടാൻ ഇടയാക്കണം. അവനെ നീ നൽകുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ. തിരുവനന്തപുരത്ത് നക്കാമ്പ വിളിച്ചിരിക്കുന്ന ഹസ്ബൻഡ് സ്റ്റീഫൻ ഡയബറ്റിക് കൂടുതലുണ്ട്. ഇടത്തെ കൈക്ക് വേദന ഭാരപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ അദ്ദേഹത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക കരം കർത്താവ് ജീവിതത്തിൽ വെച്ച് തൊട്ട് സുഖപ്പെടുന്ന ദൈവമാകിയ സ്തോത്രം. ദൈവിക സൗഖ്യം ഇപ്പോൾ തന്നെ കർത്താവ് ജീവിതത്തിൽ ഉണ്ടാകട്ടെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ തന്നെ. ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് ഇന്നത്തെ പേപ്പറിൽ 62,000 പിൽഗ്രിംസ് സ്റ്റക്ക് ഇൻ ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞൊരു വാർത്ത ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഫ്രണ്ട് പേജിൽ വന്നിട്ടുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, കേരളത്തെ കൂടാതെ മഴയെ തുടർന്ന് നമുക്കറിയാം പിൽഗ്രിമേജ് നടത്തുന്ന ആ സ്ഥലത്ത് ധാരാളം ആളുകൾ കുടുങ്ങിപ്പോയി. 62,000 ധാരാളം സംസ്ഥാനങ്ങളുടെ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടുകൂടി അവരെ സുരക്ഷിത സ്ഥലത്തേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ധാരാളം സന്നദ്ധ സംഘടനകൾ ഈ രംഗത്ത് പ്രവർത്തിക്കുവാനായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. 15,000 people who were stranded in Kedarnath and Govindgarh evacuated to ജോഷിമർ റിലീഫ് ക്യാമ്പ്സ്. അവിടെ പല സ്ഥലങ്ങളിലേക്ക് അവരെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അവർ ഓരോരുത്തരും ആളപായം കൂടാതെ, കെടുതികൾ കൂടാതെ സുരക്ഷിത സ്ഥലത്തെത്തേണ്ടതിന് നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. മാത്രമല്ല
മനോരമയുടെ ഫ്രണ്ട് പേജിൽ വന്നിരിക്കുന്ന പ്രളയം മരണം 200 കടന്നു എന്ന് ഒരു വാർത്ത ഫ്രണ്ട് പേജിൽ തന്നെ മനോരമ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ ജീവിതങ്ങൾ വെറുതെ വാർത്തയായിട്ട് നമുക്ക് തള്ളിക്കളയാതെ അവരുടെ ജീവിതത്തിന് വേണ്ടി, അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സമശിഷ്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്കൊരു കടപ്പാടുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവവചനപ്രകാരം വീതിയുടെ തലക്കൽ നശിച്ചു പോകുന്നവർക്ക് വേണ്ടി കരങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മലർത്തുവാൻ ബൈബിൾ വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മോട് പറഞ്ഞിരിക്കുന്നത് പോലെ 2 കരങ്ങളും ഉയർത്തി നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ കാരണങ്ങൾ കൊണ്ട് വെല്ലുവിളികളെ നേരിടുന്ന, മരണത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്ന, മരണത്തിന്റെ കെടുതികളിലൂടെ പൊക്കൊണ്ടിരിക്കുന്ന കുടുംബാംഗങ്ങൾ, വിഷമിക്കുന്ന രാജ്യത്ത് ഇന്ന് കണ്ണുനീരൊഴുക്കുന്ന, തകർച്ചയിലൂടെ പോകുന്ന, വിഷമത്തിലൂടെ പൊക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അത്ഭുത കരം ഇപ്പോൾ അവരുടെ മേൽ നീട്ട്. I pray, Father, every work that our government is taking care to take people to their safer places. We pray, Lord, that you will prosper them. You will prosper it, Lord, and you will prosper it, Lord. Let everything advance to its 100% focus, and that every work be fulfilled on time. എല്ലാം സമയത്ത് കേന്ദ്രീകൃതമായി അത് പൂർത്തീകരിച്ചെടുക്കുവാൻ അവിടുന്ന് ഇടയാക്കുക. Oh, we thank you, Lord, for everything that you are doing. കർത്താവേ, ഞങ്ങളുടെ രാജ്യത്ത്, and we bless our nation, India, in Jesus' name. അമ്പൂരിന്ന് ഉദയകുമാർ വിളിച്ചിരിക്കുന്നു. മകൾ അബിയായിക്ക് ശരീരം മുഴുവൻ ചൊറിഞ്ഞു പൊട്ടുന്നു. മറ്റൊരു മകൾ അമിത ഫുഡ് കഴിക്കും, ചില സമയത്ത് ഛർദ്ദിക്കുന്നു. എന്നോട് പ്രാർത്ഥിക്കണം. കർത്താവ്, ഞാൻ 2 കുഞ്ഞുങ്ങളെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇരുവരും പൂർണ്ണ ആരോഗ്യമുള്ളവരായി തീരട്ടെ, ദൈവത്തിന്റെ കൃപ അനുഭവിക്കുന്നവരായി തീരട്ടെ പ്രാർത്ഥിക്കുന്നു. വലിയ അത്ഭുതം അവരുടെ ജീവിതമേ നടക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. അമേരിക്കയിലേക്ക് മകൻ 25 വർഷമായി ആസ്മയിൽ ഭാരപ്പെടുന്നു. ബ്ലഡ് ടെസ്റ്റിന് പോകുന്ന നോർമൽ ആയിരിക്കുന്നവരുടെ പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. കർത്താവെ, സൗഖ്യമാക്കുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ മകനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ മേൽ ആധിപത്യമെടുക്കുന്ന രോഗത്തിന്റെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോയി ഇന്നു മുതൽ പൂർണ്ണമായ സൗഖ്യത്തെ ഞങ്ങൾ കൽപ്പിച്ചയക്കുന്നു. എന്റെ കർത്താവ് ചെയ്തതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. സുധർമ്മ വിളിച്ചിരിക്കുന്ന ഭർത്താവിന്റെ മദ്യപാനം മാറണം. കർത്താവ്, ഞങ്ങൾ ഒന്നിച്ച് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ മദ്യപാനത്തിന്റെ ശക്തി കുടുംബത്തിൽ നിന്ന് മാറട്ടെ. കർത്താവ്, കുടുംബത്തിലെ ദൈവിക സമാധാനവും സ്വസ്ഥതയും അവർ അനുഭവിക്കാൻ ഇടയാകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. വിളിച്ചിരിക്കുന്നു. ഉറക്കമില്ലാതെ രാത്രി ഭാരപ്പെടുന്നു. സുഖമായി ഉറക്കത്തിന് വേണ്ടി പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. കർത്താവേ, ഞങ്ങളെ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, എന്ത് കാരണമായിരുന്നാലും ഇന്നുപോലെ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, പൂർണ്ണമായൊരു വിടുതൽ, പൂർണ്ണമായൊരു സ്വാതന്ത്ര്യം യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചയക്കുന്നു. സുഖമായ ഉറക്കം കൊടുക്കാട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രീത വിളിച്ചിരിക്കുന്ന മകൻ ബിബിന് ബിടെക്കിന്റെ കമ്പ്യൂട്ടർ സയൻസ് നല്ല മാർക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ്, ഞങ്ങൾ ബിബിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവന് കർത്താവ് പഠനത്തിലുള്ള ആഗ്രഹം ഉണ്ടാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എക്സാം നല്ലവണ്ണം എഴുതിയെടുത്ത് ഉന്നത മാർക്കോടെ പാസ്സാകുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. പട്ടാമ്പിയിൽ നിന്ന് ഷീബ വിളിച്ചിരിക്കുന്നു. പട്ടാമ്പിയിൽ നിന്ന് കൊല്ലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന്റെ പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. കർത്താവേ, ഞങ്ങളെ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ മകൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തിന് ട്രാൻസ്ഫർ കൊടുക്കുവാൻ അധികാര ഹൃദയത്തോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. സ്ട്രോക്ക് വന്ന് നടക്കാൻ സാധിക്കുന്നില്ല, വോക്കർ ഉപയോഗിക്കണം. അത് അത്ഭുത സൗഖ്യം ഉണ്ടാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മിസ് റോസമ്മ നമ്മോട് ന്യൂയോർക്കിൽ നിന്ന് ഫോണിലുണ്ട്. ഇപ്പോൾ നമുക്കൊരു ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, പറഞ്ഞാട്ടെ. എന്റെ പേര് സാര. സാറ, എന്റെ ഭർത്താവിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ വിളിച്ചിരിക്കുന്നത്. ബൈപ്പാസിന്റെ ഓപ്പറേഷനാണ്. ബൈപ്പാസിന്റെ ഓപ്പറേഷനാണ് ഇന്ന് ഹസ്ബൻഡിന്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സാറ, യേശു അത്ഭുതകരമായ സൗഖ്യം നമുക്ക് നൽകിത്തരും. ഏത് സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്? ഞങ്ങള് തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ നിന്നാണ് വിളിക്കുന്നത്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ആ സഹോദരിയുടെ ഹസ്ബൻഡിന് ഇന്ന് ബൈപ്പാസ് സർജറിയിലൂടെ പോവുകയാണ്. എന്താണ് ഹസ്ബൻഡിന്റെ പേര്? കേട്ടില്ല. ടൈറ്റസ്. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും ടൈറ്റസിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശു അത്ഭുതം പ്രവർത്തിക്കും.
കർത്താവ് അത്ഭുതകരമായ വിടുതൽ നൽകും. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ആശുപത്രികളിൽ സർജറിയും മറ്റും വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന ധാരാളം രോഗികളുണ്ട്. അവരുടെ ആശ്രിതർ അവർ നേരിട്ട് ഇവിടെ വിളിച്ച് കത്തുകൾ അയച്ച് ഇമെയിലിലൂടെ ഒക്കെ ഇവിടെ വിവരങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ സൗഖ്യം അവരുടെ മേൽ ഉണ്ടാകേണ്ടതിന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ സൗഖ്യം ഈ ജീവിതങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ അത്ഭുതകരമായ സൗഖ്യം ഇപ്പോൾ അവരിൽ ഉണ്ടാകട്ടെ. ആ സർജറി മാറിപ്പോകട്ടെ. തികഞ്ഞ സൗഖ്യം യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ. തിരുവല്ലയിൽ നിന്ന് ബിനു വിളിച്ചിരിക്കുന്നു. വീട്ടിൽ സമാധാനം ഉണ്ടാവണം, ബിസിനസ്സിൽ ഉയർച്ച ലഭിക്കണം, മകന് ജോലി ലഭിക്കണം. കർത്താവെ, ബിനുവിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജീവിതത്തിനെ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന് വേണ്ട കർത്താവ് ഉയർച്ച നൽകി ആ ജീവിതങ്ങളെ അനുഗ്രഹിക്കുവാനാണ് പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനം കർത്താവ് അവരുടെ കുടുംബത്തെ അനുഭവിപ്പാൻ തൊക്കണം. ഈടാക്കുന്നതിനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ. അവൻ ജീന വേണ്ടെന്ന് വിളിച്ചിരിക്കുന്നു. ഒരു എക്സാം ഉണ്ട് കർത്താവേ, കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ എക്സാം അനുഗ്രഹമൊക്കെ മാറ്റാൻ ഒരു നല്ല വിജയം കൊടുത്ത് നീ അനുഗ്രഹിച്ചാട്ട് പ്രാർത്ഥനയോട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. തിരുവനന്തപുരത്ത് നിന്ന് ഷീന എന്ന മാതാവ് വിളിച്ചിരിക്കുന്നു. മകൻ അശ്വിൻ 6 വയസ്സുണ്ട്, സംസാരശേഷി ഇല്ലാത്ത കുട്ടിയാണ്. ആ കുട്ടിക്കും അവന്റെ കൂട്ടുകാർക്കും വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. സ്പെഷ്യൽ സ്കൂളിലാണ് പഠിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക കര കുഞ്ഞുങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ. വിശിഷ്ട കഴിവുകളിൽ ആ കുഞ്ഞുങ്ങളെ നിറച്ചാട്ട്. ദൈവിക കർത്താവ് കാര്യശേഷി ആ കുഞ്ഞുങ്ങളുടെ മേൽ നിറയുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മീര ആലപ്പുഴയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മകൾക്ക് ഓസ്ട്രേലിയയിൽ 3 മാസത്തിനുള്ളിൽ ജോലി ലഭിക്കണം. കർത്താവെ, ആ മകളെ അവരുടെ കരങ്ങളിൽ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എത്രമേ കർത്താവ് ഒരു ജോലി കൊടുത്ത് അവളെ മാനിച്ചാട്ട് അവരുടെ കുടുംബത്തെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. വൈക്കത്ത് നിന്ന് മറിയാമ്മ വിളിച്ചിരിക്കുന്നു. ഫാദറിന്റെ കാല് പൊട്ടി ഇൻഫെക്ഷനായി ഐസിയുൽ ആണ്. പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ പിതാവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക സൗഖ്യം ഇപ്പോൾ തന്നെ ശരീരത്തിൽ ഉണ്ടാവട്ടെ. പൂർണ്ണ വിടുതൽ ഉണ്ടാവട്ടെ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ. ട്രിവാൻഡ്രത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. പനി, തലവേദന, അദ്ദേഹം വേദനയാൽ ഭാരപ്പെടുന്നു. കർത്താവേ, മകളുടെ കരങ്ങളിൽ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സകല അസ്വസ്ഥതകളും മാറട്ടെ. പനി പൂർണ്ണമായി ഭേദമാകട്ടെ. കർത്താവേ, അങ്ങോട്ട് പൂർണ്ണ സൗഖ്യം കൊടുത്താട്ടെ. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. മുമ്പേ ഞാൻ പറഞ്ഞിരുന്ന വിഷയം, സ്ട്രോക്ക് വന്ന് നടക്കാൻ സാധിക്കാതെ ഹസ്ബൻഡ് സാധിക്കുന്നില്ല, വാക്കർ ഉപയോഗിക്കേണ്ടി വരുന്നു. അത്ഭുത സൗഖ്യം ലഭിക്കേണ്ടതിന് പ്രാർത്ഥിക്കുവാനായിട്ട് ഇപ്പോൾ നമ്മോട് റോസമ്മ ന്യൂയോർക്കിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആളുകൾ വിളിക്കാറുണ്ട്. കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഏഷ്യൻ രാജ്യങ്ങൾ, യൂറോപ്പില്, മിഡിൽ ഈസ്റ്റില്, ഇപ്പോൾ തന്നെ വെളുപ്പിന് അനേക രാജ്യങ്ങളിൽ, ഇംഗ്ലണ്ടിൽ ഇപ്പോൾ 1.5 2 കാണും. ആ സന്ദർഭത്തിലും നമ്മോടൊപ്പം പ്രാർത്ഥനയിൽ ഈ തത്സമയം ആരാധനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. ലോകത്തിന്റെ ഏത് രാജ്യത്തിരിക്കുന്നവർക്കും harvesttv.in എന്ന വിലാസത്തിൽ തീർച്ചയായിട്ടും ഈ ശുശ്രൂഷയിൽ ഇന്ത്യൻ സമയം രാവിലെ 6 മുതൽ 7 വരെ പങ്കെടുക്കാവുന്നതാണ്. ഏത് സമയത്തും ഇന്റർനെറ്റ് സൗകര്യമുള്ളവർക്ക് യൂട്യൂബില് YouTube/It'sOurTimeTV YouTube/It'sOurTimeTV ഗൂഗിളിൽ പ്രേയിങ് കേരള എന്ന് ഗൂഗിൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതുവരെയുള്ള ശുശ്രൂഷകൾ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കും. അനേകരുടെ വിടുതലിന്റെ സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേൾക്കുന്നു. യേശു അത്ഭുതങ്ങൾ നമുക്കായി ചെയ്യുന്ന ദിനങ്ങളായത്. നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ആ സ്ട്രോക്ക് വന്ന് വാക്കർ ഉപയോഗിച്ച് നടക്കേണ്ടി വരുന്ന ആ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തികഞ്ഞ സൗഖ്യമുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ. പ്രിയ പിതാവേ, നാളെ പ്രഭാതത്തിൽ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുങ്ങണം. അടുത്ത ബുധനാഴ്ച ആകുമ്പോഴേക്ക് പ്രാർത്ഥനാ കേരളം 125ാമത്തെ ദിവസത്തിലേക്ക് എത്തിച്ചേരും. ഇന്ന് 121 ദിവസങ്ങളായി ഇതുവരെ കൊണ്ടെത്തിച്ച കർത്താവിന് ആയിരങ്ങളുടെ വിടുതലുകൾ കാണുവാൻ പ്രാർത്ഥനാ കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിടയാക്കി ആ സ്ഥലങ്ങളിൽ 2 കരം ഉയർത്തി യേശുവേ നന്ദി, നന്ദി. യെസ്, सब कुछ यीशु मसीह में है. എല്ലാം യേശുവിൽ.
യേശു നാം की जय। यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम की जय। Yes. Yeah. प्यारे प्रभु यीशु, प्रभु यीशु, प्रभु यीशु, खुदावंद तेरे नाम पर मर जाए। आंडवरे शिखरे उमे आराधिपो, उमे आराधिपो। Country, we pray. യേശുവിനാൽ കഴിയാത്തതൊന്നുമില്ല. ഇന്ന് രണ്ട് കരങ്ങളും ഉയർത്തി ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ കുടുംബത്തിന് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ മീതെ ആകാശത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൈവത്തിന്റെ നന്മകൾ കൊണ്ട് ഓരോ കുടുംബവും നിറയപ്പെടേണ്ടതിന് ഞങ്ങൾ ഈ പകൽ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ എളിയവരെ കുപ്പയിൽ നിന്ന് ഉയർത്തി ദേശത്തിലെ പ്രഭുക്കന്മാരോട് ഇരുത്തുന്ന എന്റെ കർത്താവിന്റെ കരം ഇപ്പോൾ ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇറങ്ങി അവരുടെ കണ്ണുനീരിനെ അവിടുന്ന് തുടയ്ക്കും. യേശുവിന്റെ നാമത്തിൽ തികഞ്ഞ സൗഖ്യം ഉണ്ടാകട്ടെ. നന്മ കൊണ്ട് നിറയ്ക്ക്. ഈ പകൽ എല്ലാവർക്കും വിജയത്തിന്റെയും വിടുതലിന്റെയും നന്മയുടെയും ദിവസമായി മാറട്ടെ. യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ ഭാവിയാകയാൽ ഞങ്ങൾ ഒന്നിച്ച് പാടുന്നു. നല്ലവൻ ഉയർത്തിയെന്നെ യേശുദൻ കാരം. ഇന്ന് വന്നിരിക്കുന്ന സ്ക്രീനിൽ എടുത്ത് പറയാതിരിക്കുന്ന ധാരാളം വിഷയങ്ങൾ ഒന്നിച്ച് നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അതത് വിഷയങ്ങളുടെ മേൽ അവിടുത്തെ മറുപടി ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, തീർച്ചയായിട്ടും ടെലിഫോണിൽ വിളിക്കണം, കത്തുകൾ അയക്കാം, ഇമെയിൽ അയക്കാം. prayingkerala@gmail.com. ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കേണ്ടതിന് ഇമെയിൽ അഡ്രസ് കൊടുക്കാവുന്നതാണ്. വീണ്ടും കാണുന്നതുവരെയും പരസ്പര പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കണം. ഈ ശുശ്രൂഷയിൽ ഒന്നിച്ച് യാത്ര ചെയ്യുവാൻ സന്മനസ് കാട്ടുന്ന എല്ലാവരെയും യേശുവിന്റെ നാമത്തെ ഞങ്ങൾ അനുമോദിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥന കേരളത്തിന്റെ എല്ലാ അനുമോദനങ്ങളും യേശുവിൽ ശുഭമായ ഭാവിയും എല്ലാവർക്കും ഉള്ളത് ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.